ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് രാവിലത്തെ വിശേഷങ്ങളൊക്കെ അടങ്ങിയുള്ള വീഡിയോ ആണ്, ചെറിയ വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ രാവിലെ മോനെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഞാനിതാ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവുമല്ലോ രാവിലെ. അപ്പോൾ അകത്ത് സൗകര്യമില്ലാത്ത കാരണമാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ രാത്രി തന്നെ ഒക്കെ കഴുകി വൃത്തിയാക്കി വെക്കലുണ്ട്. ചില ദിവസം ഞാൻ അങ്ങനെ ചെയ്യും കേട്ടോ. പിന്നെ മഴയൊക്കെ ആകുമ്പോൾ പുറത്തിറങ്ങാനൊരു മടിയാണ് രാത്രിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ രാവിലേക്കൊക്കെ കഴുകാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലംബിങ്ങിൻ്റെ വർക്കൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോവുകയാണ് കേട്ടോ, തട്ടിയും മുട്ടിയും. അപ്പോൾ എന്തായാലും ഞാൻ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ട് അതൊക്കെ ഒന്ന് മോറിയെടുക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ മോന് 6:30 ആകുമ്പോൾ മദ്രസയിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ 8:30ക്കാണ് കേട്ടോ വരിക. അപ്പോൾ അവൻ വരുമ്പോഴത്തേനും എന്തെങ്കിലും ചായയോ കടിയോ ഉണ്ടാക്കണം. പിന്നെ 9:30 ആകുമ്പോൾ സ്കൂൾ വണ്ടി വരും. അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേനും ഫുഡൊക്കെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഫുഡ് പറഞ്ഞാൽ കൊണ്ടുപോകാനൊന്നും വേണ്ട കേട്ടോ, ഇവിടുന്ന് കഴിച്ച് പോകാൻ. സ്കൂളിൽ നിന്ന് തന്നെയാണ് കഴിക്കാറ്. അവിടുന്ന് നല്ല, ഇപ്പോൾ സ്കൂളിലെ ഭക്ഷണം നല്ല അടിപൊളിയാണല്ലോ, പണ്ടത്തെ പോലെ കഞ്ഞിയൊന്നുമല്ലല്ലോ. അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ കേട്ടോ കഴിക്കും. പിന്നെ അവന് ഇപ്പോൾ ആദ്യത്തെ പോലെ എന്തെങ്കിലുമൊക്കെ കിഴങ്ങ് പൊരിച്ചതോ അല്ലെങ്കിൽ മുട്ടയോ പപ്പടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊരിച്ചിട്ട് ആക്കി കൊടുത്താൽ അതായിട്ട് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. കുറേ ഉണ്ടാവും കേട്ടോ കഴുകാൻ. പിന്നെ നല്ല മഴക്കാറുണ്ട്, മഴ വരുന്നതിന് മുന്നേ തന്നെ കഴുകിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നനയൂല. നമ്മൾ കാക്കു ഷീറ്റൊക്കെ കെട്ടി തന്നിട്ടുണ്ട്. എന്നാലും സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പാറ്റിൽ വരുമ്പോൾ വലിയ മഴക്കൊന്നും അവിടെ നിൽക്കാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. കുറച്ച് പച്ചരി തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷീയപ്പം ഉണ്ടാക്കാനാണ് കേട്ടോ. മലപ്പുറംകാരെ സ്പെഷ്യൽ അപ്പാണെന്ന് എല്ലാവരും പറയുന്നത് കേൾക്കാം. അപ്പോൾ ചില ഭാഗത്തൊക്കെ ഉണ്ടാകണം ഞാൻ കണ്ടിരിക്കണം കേട്ടോ. നമ്മൾ വീഡിയോയിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ വീഡിയോയിലൊക്കെ കണ്ടിരിക്കണം. ചിലവർക്ക് അറിയും, ചിലവർക്ക് അറിയില്ല കേട്ടോ. പക്ഷേ ഇത് മലപ്പുറത്ത് എന്തായാലും സ്പെഷ്യലാണ് ഷീയപ്പം കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. എൻ്റെ നാട്ടിലൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. അവിടെയൊക്കെ ദോശ, ഇഡ്ഡലി അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നു. അതാണ് മെയിൻ. അല്ലാതെ ഇങ്ങനത്തെ അപ്പം അങ്ങനെ അധികം ആരും ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ അതിനുള്ള മാവൊക്കെ ഞാൻ അരച്ചിട്ടുണ്ട് കേട്ടോ. അതിന് പിന്നെ നമുക്ക് ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം കുറച്ച് ചായ വെച്ചിട്ടുണ്ട്. ഇതാ തിളച്ച് കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അരി അരച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അരച്ചെടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. സോറി, ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ തെറ്റ് പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണേ. നമുക്ക് വോയിസ് കൊടുക്കുമ്പോൾ വീഡിയോ കണ്ട് കുറച്ച് നേരം ഇരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെയാണ് നമ്മൾ എന്താ അതിന് വോയിസ് കൊടുക്കാമെന്നിങ്ങനെ ആലോചിച്ചിരിക്കുക. പിന്നെ അങ്ങോട്ട് വോയിസ് കൊടുക്കുമ്പോൾ അങ്ങോട്ട് വായി തോന്നിക്കാണ്ട് വിളിച്ച് പറയാൻ തന്നെ ഉള്ളൂ. അങ്ങനെ ചിലപ്പോൾ കിട്ടാറില്ല കേട്ടോ വോയിസ് കൊടുക്കുമ്പോൾ. ഏറെ മടി, വീഡിയോ ഇടാനുള്ള മടി, അതാണ്. വോയിസ് കൊടുക്കാൻ അങ്ങോട്ട് പറ്റാത്ത കാരണമാണ് കേട്ടോ. അപ്പം ഒന്നും തോന്നരുത് കേട്ടോ. അങ്ങനെ അരിയൊക്കെ അരച്ചെടുത്ത് ഇതാ നമ്മൾ അപ്പം ചുടലെടുത്തിട്ടോ. നല്ല ചൂടോടുക്കൻ ഇങ്ങനെ കഴിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ആറിക്കഴിഞ്ഞാൽ തണുത്ത് പോയാൽ അതൊരു ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സോയാബീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉച്ചക്കത്തേക്കും അപ്പത്തേക്കും ഉള്ളത് മൊത്തം സോയാബീൻ വരട്ടിയ പോലെ വെക്കുമല്ലോ, അതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു അപ്പത്തിന് ചെറുപയർ കറി കേട്ടോ കോമ്പിനേഷൻ. അല്ലെങ്കിൽ സോയാബീൻ നമ്മൾ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ഉണ്ടാക്കാൻ കേട്ടോ ചെയ്യുക. അപ്പോൾ അതെന്തായാലും വെള്ളത്തിലിട്ടേക്കണം. കുറച്ച് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ കരണ്ടടുപ്പിൽ. അപ്പോൾ ഇതാ നമ്മൾ കരണ്ടടുപ്പിൽ വെച്ച വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി സോയാബീൻ ഒന്ന് ഇലയിലേക്ക് ഇട്ട് കൊടുക്കേണ്ട പണിയുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ടോ. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് സോയാബീൻ. അധികം അങ്ങനെ ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. ചിലപ്പോൾ ആദ്യമൊക്കെ എപ്പോഴും ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് എന്താ അറിയില്ല, ഒരിഷ്ടം തോന്നുന്നില്ല കേട്ടോ. മക്കൾക്ക് ഇഷ്ടമാണ്, എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും അതൊന്ന് കുതിർന്ന് വരട്ടെ. അങ്ങനെ ഇതാ അപ്പം ചുടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊന്ന് ഊറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്കുള്ള ഉള്ളി, തക്കാളി, കറിവേപ്പില, പച്ചമുളകും, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ചതച്ചതും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് നമ്മുടെ പുതിയ ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ ഒരു കുറച്ച് പാത്രങ്ങൾ നമുക്ക് കുറിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ, സ്റ്റീലിൻ്റെ. അപ്പോൾ അതിലത്തെ ഒരു പാത്രമാണിത്. പിന്നെ ഒരു പാത്രമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പായസം ഉണ്ടാക്കിയെന്നല്ലോ, ആ പായസപാത്രം കേട്ടോ. അപ്പോൾ വേറെ ഉണ്ട് ഇഡലി പാത്രം, കാസറോള്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഞാൻ എടുക്കണില്ല, നമുക്കിപ്പോൾ ആവശ്യമില്ല. അതുകൊണ്ട് ആവശ്യമുള്ള പാത്രമാണ് കേട്ടോ.
എടുത്തിട്ടുള്ളൂ. ഈ ഒരു ചീനച്ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വേഗം പുറത്തെടുത്തു. പിന്നെ അതുപോലെ സ്റ്റീൽ പ്ലേറ്റുകൾ, ജഗ്, സ്റ്റീലിൻ്റെ ജഗ് അങ്ങനത്തെ ഒക്കെ കിട്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ വഴിയേ എടുത്തോളും. അത് എല്ലാം കൂടി എടുത്തിട്ട് നമുക്കിപ്പോൾ പൈപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അടുക്കളയിൽ. അപ്പോൾ കുറേ പാത്രങ്ങൾ ഇങ്ങനെ വലിച്ചു വാരിയിട്ടിട്ട് പിന്നെ അത് ഞാൻ തന്നെയാണ് കഴുകേണ്ടത്, വേറെ ആരും ഇല്ലല്ലോ ഇവിടെ. അപ്പോൾ അതിന് മടിച്ചിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങൾ നോക്കിയും കണ്ടൊക്കെ പെരുമാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു മണമാണ് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയ ഉള്ളി ഇടുമ്പോൾ പ്രത്യേകിച്ചൊരു ടേസ്റ്റും കിട്ടും. അങ്ങനെ അതിലേക്ക് നമ്മൾ മല്ലി, മുളക്, മഞ്ഞൾ, ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല കേട്ടോ അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത് ചിക്കൻ മസാലയാണ് കേട്ടോ, മീറ്റ് മസാല അല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഈ ഒരു ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ സോയാബീൻ ഇടുമ്പോൾ അത് ശരിക്കും അങ്ങോട്ട് പിടിച്ച് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഈ അരപ്പിൽ. അപ്പോൾ അതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് ഒരു ചെറിയതായിട്ടൊന്ന് തിളച്ചിട്ട് പച്ച മസാലയുടെ പച്ച മണം പോവുമല്ലോ, അതിന് ശേഷം നമ്മൾ സോയാബീൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു പച്ചച്ചൂര് പോകും കേട്ടോ, ഈ മസാലകളെ പച്ചച്ചൂര് അങ്ങോട്ട് മാറിക്കിട്ടും. എന്നിട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. ഞാൻ അങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്ത് നോക്ക്. അപ്പോൾ അത് നമ്മൾ മസാലയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം അതാ നമ്മൾ സോയാബീൻ ഊറ്റി വെച്ച സോയാബീൻ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പലരും പല വിധത്തിലാണല്ലേ വെക്കുക. ചിലവർ പൊരിച്ചെടുക്കുന്ന കാണാം, ചിലർ ചില്ലി പോലെയൊക്കെ മസാല ഒക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കാണാം അല്ലേ. പക്ഷേ എനിക്ക് ഇവിടെ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. സോയാബീൻ ഇതുപോലെ മസാലക്കറിയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഇതിലേക്ക് കിഴങ്ങ്, നമ്മളെ ഉരുളക്കിഴങ്ങ് ഇടും, അതുപോലെ കോളിഫ്ലവർ അതൊക്കെ ഉണ്ട് കേട്ടോ. കിഴങ്ങ് അപ്പം ഞാൻ എന്തായാലും ഉണ്ട്, സംഭവം വീട്ടിലുണ്ട് കേട്ടോ. പക്ഷെ ഞാനതുകൊണ്ട് ഒഴിവാക്കി. ഇത് മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ ചെറിയ മോന് ഭയങ്കര ഇഷ്ടമായിട്ടോ കഴിക്കാൻ. അവന് വന്നതും നല്ല ആൾ വയറ് ഫുള്ളാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് തക്കാളി പരിപ്പൊക്കെ ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ രാവിലത്തെയും ഉച്ചക്കലത്തെയും ഒരുമിച്ച് കൊണ്ട് ആക്കിയിട്ടോ. എല്ലാ പണികളും ഒരുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പുറത്തെ പണികളേ ഉള്ളൂ കേട്ടോ. അതിപ്പോൾ ഞാൻ മോനെ പറഞ്ഞതിന് ശേഷം എടുക്കാറ്. അവൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം, അല്ലെങ്കിൽ ഓരോന്നിങ്ങനെ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ നമ്മൾ അറിയുന്ന കുട്ടികളാണ് കേട്ടോ. പിന്നെ നമ്മൾ കോട്ടേഴ്സിൽ താമസിച്ചിരുന്ന അവിടുത്തെ ഒരു 3 കുട്ടികളുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഒരു ദിവസം എന്നെ ഇങ്ങനെ നോക്കും കേട്ടോ. ഇവിടെ എത്തുമ്പോൾ ഒരു ചെറിയ കുട്ടിയുണ്ട്, LKG പഠിക്കുന്ന കുട്ടി കേട്ടോ. അപ്പോൾ അവനോട് ഞാൻ വിശേഷങ്ങളൊക്കെ തിരക്കായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെ കേട്ടോ ഇന്നത്തെ. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക, സബും ചെയ്യുക കേട്ടോ. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. ഓക്കെ, ബൈ, അസ്സലാം.